വയനാട് പിണങ്ങോട്ടെ വീട്ടമ്മയായ നസീറ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ താരമാണ്. തൊണ്ടയിൽ കുടുങ്ങിയ എല്ല് എടുത്തു മാറ്റി ഒരു തെരുവ് നായെ രക്ഷിച്ചു നസീറ. ആ രക്ഷപ്പെടുത്തുന്ന ദൃശ്യമാണ് ഇപ്പോൾ വൈറലായത്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. ഇപ്പോൾ എല്ലാവർക്കും തെരുവ് നായ എന്ന് പറഞ്ഞാൽ പേടി. എല്ലാവരും കണ്ട ഓടി മാറിപ്പോകുന്ന കാലമാണ്. നമുക്കൊക്കെ പേടിയാണ്. അന്നേരമാണ് നസീറ താത്ത അതിൻ്റെ വായിന്ന് അത് എല്ല് വായിൽ കുടുങ്ങി അങ്ങനെ ബുദ്ധിമുട്ടുമ്പോൾ അതിനെ സഹായിച്ചത്. അത് നമ്മളെ അയൽവാസി സെബിയാത്ത തൊഴിലുറപ്പ് കഴിഞ്ഞ് വരുമ്പോൾ അങ്ങനെ ഒരു നായ റോട്ടിൽ കണ്ട് തൊണ്ടയിൽ എന്തോ കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെയൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, തായർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഓനെ വിളിക്കല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് തായറിനോട് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞേ. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ പെങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞു ഒരു നായ ഇതിലേ വരുന്നുണ്ട്, അതാണെന്ന് തോന്നുന്നതെന്ന് പറഞ്ഞു. വന്നിട്ട് നോക്കുമ്പോൾ അത് പുറകിൽ ഞങ്ങൾ വേസ്റ്റ് ഇടുന്ന അവിടെ ഉണ്ട് നിൽക്കുന്നത്. അപ്പോൾ അതിങ്ങനെ വായി വെച്ചിട്ട് ഉരയ്ക്കുന്നുണ്ട്. പിന്നെ അധികം സമയമൊന്നും കണ്ടില്ല, അത് താഴേക്ക് ഇറങ്ങിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞെന്നാൽ ഞാനൊന്ന് നോക്കട്ടെ എന്നിട്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ ഈ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ അത് കയറിയിട്ട് എൻ്റെ മുമ്പിൽ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് ഇങ്ങോട്ട് വാ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞേ. അപ്പോൾ ചെറിയ കുട്ടികൾ കയറി വരുമ്പോൾ എൻ്റെ അടുത്തേക്ക് വന്ന് ഒന്ന് തല തൊട്ട് നോക്കി. അപ്പോൾ അത് എന്താ ഒന്നും ചെയ്യൂലെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അത് ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് ഇരുന്നുണ്ടാകും, അതേപോലെ അത് ഇരുന്ന് തന്ന്. അപ്പോൾ ഞാൻ എന്താക്കി ഇവരൊരു കൊള്ളിയൊക്കെ കൊണ്ടുതന്ന് അങ്ങനെ എടുത്ത് കുറച്ച് സമയം ഉണ്ടാക്കേണ്ടി വന്ന് കിട്ടുന്നില്ലായിരുന്നു. പിന്നെ അതൊന്നും കൂടെ വായി തുറന്ന് തന്ന്. അപ്പോൾ പിന്നെ എടുക്കാൻ എളുപ്പമായി എടുത്ത്. ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ പൊതുവെ എല്ലാവരും തെരുവനായ എന്ന് പറഞ്ഞാൽ പേടിച്ചോടുന്ന സമയം എല്ലാവരും കടിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ധൈര്യം ഉണ്ടായി, പേടി ഉണ്ടായില്ലല്ലേ? ഇല്ലല്ല, പേടി തോന്നിയില്ല. നായ അങ്ങനത്തെ ഒരു അവസ്ഥയിലാകുമ്പോൾ നമുക്ക് എന്തായാലും നമ്മളോട് പ്രതികരിക്കില്ല എന്നുള്ള ഉറപ്പാണ്, അത് രക്ഷപ്പെടണം എന്നുള്ള. അപ്പം എനിക്ക് അന്നേരം അങ്ങനെ ഒരു ധൈര്യം തോന്നി, ഞാൻ ചെയ്ത് നോക്കി. നോക്കട്ടെ നോക്കട്ടെ മാറിയോ? വേദനക്ക് മാറി? തൊടല്ലേ തൊടല്ലേ ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയിട്ട് വരുന്ന സമയത്ത് അതുപോലെ റോട്ടിൽ നിന്ന് കണ്ട്. അപ്പോൾ പെങ്ങളെന്നോട് പറഞ്ഞു അമ്മായി നിങ്ങളെ നായി ഇതാ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതെൻ്റെ മുമ്പിൽ വന്ന് 2 മുട്ട് കുത്തിയിട്ട് കൈ ഇങ്ങനെ മനുഷ്യന്മാരെ പോലെ തന്നെ ഇങ്ങനെ തന്നെ കൈ കൂപ്പിയിട്ട് ഞാൻ എൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്ന്. അതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്തേക്ക് വിളിച്ചപ്പോൾ അത് വന്ന് എൻ്റെ അടുത്ത് ഞാൻ അതിൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിച്ച്. അപ്പോൾ അത് അതിൻ്റെ ഭാഷയിൽ എന്തൊക്കെയോ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വന്നാൽ ചോറ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പുറകിൽ ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് ചോറൊക്കെ കഴിച്ചിട്ട് അത് പോയി. പിന്നെ വരും ഇന്ന് ഇവിടെ വന്നിട്ട് രാവിലെ ഇന്നലെയൊക്കെ വന്ന് നോക്കിയിട്ട് അതായത് എന്നാള് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ ആ രക്ഷപ്പെടുത്തിയ നായ മുകളിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വന്ന് നസീറ താത്തയോട് എന്തൊക്കെയോ പറയുന്നു. അവിടെ ഇരിക്കുന്നു, കൈകുത്തിരിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. എത്രത്തോളം സ്നേഹമാണ് അതിനെ ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിൻ്റെ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ. നമ്മളിത് അറിഞ്ഞു വന്നതല്ല, നമ്മൾ വന്ന സമയത്ത് ആ തെരുവുനായ ഇറങ്ങി വന്നതാണ്. കഴിഞ്ഞ ദിവസം നടന്ന ആ സംഭവത്തിൻ്റെ ഒരു നന്ദി സ്നേഹവും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ജീവി അങ്ങനെ ബുദ്ധിമുട്ടുമ്പോൾ അതിൻ്റെ ഒരു വിഷമം കണ്ട് അതിനെ സഹായിച്ചതാണ് നസീറ താത്ത. എന്തായാലും ആ വീഡിയോ എല്ലാവരും കണ്ട് ഇപ്പോൾ അടുത്തുള്ള ക്ലബ്ബുകാരൊക്കെ അഭിനന്ദിക്കാൻ വീട്ടിലേക്ക് വരാൻ ഇരിക്കുകയാണ്. അവരെ കാത്തിക്കുകയാണ് ഇപ്പോൾ. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്. കമലാണ് നമ്മുടെ കൂടെയുള്ളത്. കമൽ നേരിട്ട് ചെന്ന് സംസാരിച്ചതാണല്ലേ? കമൽ, ഒരു സർപ്രൈസ് ആയിട്ടാണ് ആ നായ അടുത്തേക്ക് വരുന്നതല്ലേ? ശരിക്കും ആദ്യമൊക്കെ ഇങ്ങനെ കണ്ടുപോയപ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു മിണ്ടാപ്രാണിയെ രക്ഷിക്കുന്നു, വലിയ കഷ്ടപ്പാടിലായിരുന്നു, ദുരിതത്തിലായിരുന്നു, അങ്ങനെയാണ് രക്ഷപ്പെടുത്തിയെടുത്തത്. സ്വാഭാവികമായിട്ടും ആ ഒരു നന്ദിയും സ്നേഹവും ഒക്കെ ആ ഒരു ജീവിക്കും ആ ചേച്ചിയോടുണ്ടാകും. പക്ഷെ അത് നേരിട്ട് കണ്ടു എന്ന് പറയുമ്പോൾ തന്നെ അത് വല്ലാത്തൊരു അനുഭവമായിരിക്കുമല്ലേ? പല ഭാഗത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായതോടുകൂടി ആ വീഡിയോ കണ്ടിട്ടും ഇങ്ങനെ സ്നേഹവും ആ ഒരു കരുതലിന് നന്ദിയൊക്കെ ഓരോ മനുഷ്യനും അറിയിക്കും. പക്ഷെ അതിനെക്കാട്ടിൽ എത്രയോ വലുതാണല്ലേ ആ ഒരു ജീവി നേരിട്ട് വന്ന ആ സ്നേഹം അറിയിക്കുന്നത്. നല്ല കൂട്ടാണ് ഇപ്പോൾ. ആ നേരിട്ട് കണ്ടല്ലോ, ആ ഒരു സ്നേഹം നേരിട്ട് അറിഞ്ഞ ഒരാൾ കൂടിയാണ് കമൽ. എന്ത് തോന്നിയപ്പോൾ? പൂജ, സഹജീവികളോട് സ്നേഹം കാണിക്കുന്ന ഒരുപാട് മനുഷ്യരെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് ഓരോ ദിവസവും. അതിലെ ഒരാളാണ് ഈ നസീറ താത്തയും.
അവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു തെരുവുനായ ആ വഴിയിലൂടെ നടക്കുകയായിരുന്നു ഇത്തരത്തിൽ എല്ലിൻ്റെ കഷ്ണം തൊണ്ടയിൽ കുടുങ്ങിയ നിലയിൽ. അവർക്ക് വേണമെങ്കിൽ ആ നായയെ അവഗണിക്കാമായിരുന്നു, പക്ഷെ അവരത് ചെയ്തില്ല. അത് വളരെ ബുദ്ധിമുട്ടി ആ എല്ലിൻ കഷ്ണം എടുത്തു മാറ്റി ആ നായയ്ക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്ന രീതിയിലാക്കി. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ആ തെരുവ് നായ അവരോട് തിരിച്ചു കാണിക്കുന്ന സ്നേഹം കണ്ടപ്പോഴാണ്. ഞങ്ങൾ അവിടെ അവരുമായി സംസാരിച്ചുകൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ അവരുമായി സംസാരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ സാരഥി സുവിത്ത് പറയുന്നത്, ഇതാ നായ വരുന്നു എന്ന് പറയുന്നത്. അത് ഇറങ്ങി വരുന്നു. അവരോട് ആ സ്നേഹം കാണിക്കുന്ന ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടതാണ്. അപ്പോൾ അങ്ങോട്ട് സ്നേഹിച്ചാൽ ഏത് ജീവിയും തിരിച്ച് സ്നേഹിക്കും എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകും. പ്രത്യേകിച്ച് നായകളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്, ഭക്ഷണം കൊടുക്കുകയും അങ്ങോട്ട് സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഉടമസ്ഥരായാലും മറ്റുള്ളവരായാലും ആ ജീവികൾ തിരിച്ചു കാണിക്കുന്ന സ്നേഹത്തെക്കുറിച്ച്. എന്തായാലും സ്നേഹം അതാണ്, അങ്ങോട്ട് സ്നേഹം കാണിച്ചു. ശരിയാണ്. ആ ഒരു കമലെടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, രക്ഷപ്പെടുത്തിയതിന് ശേഷം അടുത്തേക്ക് വരാറുണ്ട്, അപ്പോൾ ആ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതിയൊക്കെ കാണിക്കാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു കാഴ്ച നേരിട്ട് കാണാനായത്. ശരിക്കും ആ സ്നേഹം കാണുമ്പോൾ നമ്മളുടെയൊക്കെ മനസ്സൊന്ന് നിറഞ്ഞു പോകല്ലേ. ഒരു ജീവൻ രക്ഷിച്ച ഒരു വ്യക്തിയാണ്. അത് മൃഗങ്ങളോടാണോ അങ്ങനെ ഒന്നും നോക്കിയിട്ടൊന്നും കാര്യമില്ല. തെരുവുനായ്ക്കളെ കുറിച്ച്, ആക്രമണത്തെ കുറിച്ചൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് വാർത്ത കൊടുക്കുകയാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കരുതലിനെയും സ്നേഹത്തിനെയും ഒക്കെ നമ്മളും ഒന്ന് അഭിനന്ദിച്ചു പോകും. നല്ല കാര്യം തന്നെയാണ് ചെയ്തത്. ശരി കമൽ.